അവിടെയും തീരുന്നില്ല. റഹ്മത്തുള്ള ഖാസിമിയെ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങളുടെ ചരിത്രം വിശദീകരിക്കുമ്പോ പറയാറുണ്ട്, മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്, അഭിമാനം കൊള്ളാറുണ്ട്. എന്നാൽ അതും വഹാബിസമാണ്. എന്തുകൊണ്ടാ ബ്രിട്ടീഷുകാർ വഹാബിസം എന്ന പേര് വിളിച്ച് ഈ ആദർശത്തെ എതിർക്കാൻ കാരണം? എവിടെ സാമ്രാജ്യത്വം അധിനിവേശത്തിന് കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ ആ അധിനിവേശത്തിനെതിരെ ധീരോദാത്തമായ പോരാട്ടം നടത്തിയത് സലഫികളായിരുന്നു. ഇന്ത്യ രാജ്യത്തും ഈ ആദർശം അംഗീകരിക്കുന്നവരാണ് സ്വാതന്ത്ര്യ സമര രംഗത്ത് മുൻപന്തിയിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വഹാബി മൂവ്മെന്റ് എന്ന് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ ആക്ഷേപിച്ചത്. ആ ബ്രിട്ടീഷുകാർ വിളിച്ച വിളിപ്പേരാണ് സമസ്തക്കാര് കൊണ്ടു നടക്കുന്നത്. സ്വാതന്ത്ര്യ സമരം കേരളത്തിൽ പരിശോധിച്ചോ? കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്ത് സമസ്തക്കാരുടെ പങ്കെന്താ? ആലി മുസ്ലിയാരും കട്ടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും ഒക്കെ ഇല്ലേ എന്നാണ്. ആലി മുസ്ലിയാർ സമസ്തന്റെ ആരാ? പ്രസിഡന്റോ ജോയിന്റ് സെക്രട്ടറിയോ? സമസ്ത ഉണ്ടാക്കുന്നതിന് മുമ്പേ ആലി മുസ്ലിയാരെ തൂക്കിപ്പോയിട്ടുണ്ട്. സമസ്തയുടെ നേതാക്കന്മാർ എത്ര ആളുകൾ സ്വാതന്ത്ര്യ സമര രംഗത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ വായിച്ചു കേൾപ്പിച്ച സ്ത്രീകൾ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രമേയം പാസാക്കിയ സമ്മേളനം മൂന്നാമത്തെ പ്രമേയമാണ് പെൺകുട്ടികൾ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല എന്നുള്ള പ്രമേയം. എട്ടാമത്തെ പ്രമേയം എന്താണെന്നറിയോ? അതേ സമ്മേളനത്തിൽ പാസാക്കിയ എട്ടാമത്തെ പ്രമേയം നമ്മുടെ ഇന്ത്യ വൈസ്രോയി ഐർവിൻ പ്രഭു അവറുകളും പത്നിയും സർക്കീറ്റിൽ നിന്ന് മടങ്ങി ഡൽഹി പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഏതോ ദുഷ്ടന്മാർ ബോംബ് പ്രയോഗിച്ചതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ സന്തോഷത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യ വൈസ്രോയി എന്ന് പറഞ്ഞാല് സമസ്തക്ക് ഇന്ത്യയിൽ ഒരു വൈസ്രോയി ഉണ്ടോ? ഇല്ല. പിന്നെ ആരതാ വൈസ്രോയി? ബ്രിട്ടീഷ് വൈസ്രോയിയെ. ആ ബ്രിട്ടീഷ് വൈസ്രോയിയെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാജ്യസ്നേഹികളായ ആളുകൾ ആക്രമിച്ചപ്പോ ഇങ്ങ് മണ്ണാർക്കാട് യോഗം ചേർന്ന സമസ്തക്കാരെന്തിനാ അതിലിങ്ങനെ ഈ യോഗം വ്യസനിച്ചത്? ഇന്ത്യ രാജ്യത്തോടുള്ള സ്നേഹം, സ്വാതന്ത്ര്യ സമരത്തോടുള്ള സ്നേഹം. അതുകൊണ്ട് ബ്രിട്ടീഷ് വൈസ്രോയിയെ ആക്രമിച്ചപ്പോ വ്യസനം. എന്നിട്ടോ വ്യസനം മാത്രമല്ല, ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ ആനന്ദത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. സമസ്തക്കാര് പാസാക്കിയ പ്രമേയ. എന്നാൽ ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് ഞങ്ങളുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് എന്ന് പറയാൻ തുടങ്ങിയപ്പോ സംസ്ഥാനക്കാർക്ക് സഹിച്ചില്ല. അവര് ബുൽബുലിന്റെ ദശവാർഷിക പതിപ്പ് പുറത്തിറക്കി. ആ ദശവാർഷിക പതിപ്പിൽ കേരളീയ സമൂഹത്തിൽ ചർച്ചയിലുണ്ടായിരുന്ന ചില പ്രധാന വിഷയങ്ങൾ എടുത്തു കൊടുക്കാൻ. അതിലൊന്നെന്താ? ഖിലാഫത്തും സ്വാതന്ത്ര്യ സമരവും. അതിലിങ്ങനെ എഴുതി വന്നിട്ട് പറയാൻ, സമസ്തക്കാരോ പൂർവിക പണ്ഡിതന്മാരോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി എഴുതാൻ. ഒടുവിൽ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടലും ആവശ്യവും അത്യന്താപേക്ഷിതവുമാണെന്ന നിലപാടിൽ അക്കാലത്തെ ഒരു കൂട്ടം മതപണ്ഡിതന്മാർ എത്തിച്ചേരുന്നിടം വരെ എത്തി. കാര്യം ഒരു കൂട്ടം മതപണ്ഡിതന്മാർ എന്ത് ചെയ്തു? ഇതിലൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു.